വെൽക്കം ടു നോവ സാപ്പിയൻസ്. ലേൺ ടുഡേ ലീഡ് ടുമോറോ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2026 കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ് വേദിയായിട്ട് വരുന്നത്. എപ്പോഴാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്? 2026 ജൂലൈ 23 മുതൽ 2026 ഓഗസ്റ്റ് 2 വരെ, ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് ഗെയിംസ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത്തെ എഡിഷൻ ഗെയിംസാണ്, കോമൺവെൽത്ത് ഗെയിംസാണ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ്. 19ാമത്തെ എഡിഷനാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത്തെ എഡിഷനാണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 23ാമത്തെ എഡിഷനാണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 23ാമത്തെ എഡിഷനും ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത്തെ എഡിഷനുമാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4 വർഷങ്ങളിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടില്ല. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാത്ത വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ 1950, 1962, 1986, അതുപോലെ തന്നെ 1930 ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. 1930 ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. 1930 കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്നത്. ഹാമിൽട്ടൺ, കാനഡയിലെ ഹാമിൽട്ടണിലാണ് നടക്കുന്നത്. അപ്പോൾ 1930 ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത് 1934 1934 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 74 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 74 രാജ്യങ്ങൾ പങ്കെടുത്തു. 10 മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ വേദി പറഞ്ഞു, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് ഇതിന് മുന്നേയും വേദിയായിട്ടുണ്ട്. 4 പ്രാവശ്യമാണ്, ഈ വർഷം കൂടെ കൂടി 4 പ്രാവശ്യമാണ് സ്കോട്ട്ലൻഡ് വേദിയായിട്ടുള്ളത്. 1970, 1986, 2014, അതുപോലെ തന്നെ 2026. അങ്ങനെ 4 വർഷമാണ് സ്കോട്ട്ലൻഡ് വേദിയായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഭാഗ്യചിഹ്നം. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഫിന്നിയാണ്. അതൊരു യൂണിക്കോണാണ്. ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോണാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം, മസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദ്ഘാടന ചടങ്ങാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടകൻ ആരാണ്? കിങ് ചാൾസ് മൂന്നാമനാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടകൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പതാക ഏന്തിയത്, ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മീരാബായ് ചാനു, അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹെയ്നാണ്. മീരാബായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്നുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. മീരാബായ് ചാനു ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ്. ലവ്ലീന ബോർഗോഹെയ്ൻ ഏതാണ്? ബോക്സിംഗ് താരമാണ്. ഇവർ രണ്ടുപേരുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത്. സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ആരാണ്? സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ജെയ്സ്മൻ ലെംബോറിയ എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് താരമാണ്. അടുത്ത നമ്മൾ മെഡൽ പട്ടിക നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം, ആദ്യമായി നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ആകെ മെഡലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 39 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമാണ് ലഭിച്ചിട്ടുള്ളത്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം, ഇങ്ങനെയാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് കോമൺവെൽത്ത് ഗെയിംസ് 2026 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്ക് ആകെ മെഡലുകൾ 171 മെഡലുകളാണ്. 70 ഗോൾഡ്, 45 സിൽവർ, 56 ബ്രോൺസ്, അങ്ങനെയാണ് ഓസ്ട്രേലിയക്ക്. 2nd പൊസിഷനിൽ നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ്. 3rd പൊസിഷനിൽ കാനഡ, 4th പൊസിഷനിൽ ഇന്ത്യയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. ആരാണ്? ജണ്ടു കുമാറാണ്. അദ്ദേഹത്തിന് പാരാ ഹെവി വെയ്റ്റ് പവർ ലിഫ്റ്റിങ്ങിലാണ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. വെങ്കല മെഡലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജണ്ടു കുമാറാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? മീരാഭായ് ചാനുവാണ്. 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത്. മണിപ്പൂർ സ്വദേശിനിയാണ് ആര്? മീരാഭായ് ചാനു.
നമ്മൾ തുടർച്ചയായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിലും മീരാബായ് ചാനുവിന് സ്വർണ്ണം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. തുടർച്ചയായിട്ടുള്ള 3 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണം നേടിയ വ്യക്തിയാണ് ആര്? മീരാബായ് ചാനു. 2018, 2022 അതുപോലെ തന്നെ 2026 മീരാബായ് ചാനുവിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജൂഡോയ്ക്ക് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ 2 വ്യക്തികളാണ്. ആദ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അസ്മിത ഡേ ആണ്. 48 കിലോഗ്രാം ജൂഡോയിലാണ് അവർക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ത്രിപുര സ്വദേശിനി ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹർഷ് സിംഗ് ആണ്. 60 കിലോഗ്രാം ജൂഡോയ്ക്കാണ് പുരുഷ വിഭാഗം. ഡൽഹി സ്വദേശിയാണ് ആര്? ഹർഷ് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 6 മെഡലുകളാണ് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷർമിള ധങ്കറാണ്. ഷോർട്ട് പുട്ടിലാണ്. ഹരിയാന സ്വദേശിയാണ്. ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന ഇനത്തിലാണ്. ഹരിയാന സ്വദേശിനിയാണ് ആര്? ഷർമിള ധങ്കർ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവാണ് ആര്? ഷർമിള ധങ്കർ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോമൻ റാണയാണ്. ഷോർട്ട് പുട്ട് വിഭാഗത്തിലാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത്. ബീഹാർ സ്വദേശിയാണ്. നെക്സ്റ്റ് ആളാണ് ദിലീപ് ഖാവിത്ത് ആണ്. 100 മീറ്റർ റണ്ണിങ്ങിലാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ് ആര്? ദിലീപ് ഖാവിത്ത്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് ബാസിൽ. ഇതേ ഇനത്തിൽ 100 മീറ്റർ റണ്ണിങ്ങിൽ സിൽവർ മെഡൽ ലഭിച്ചിട്ടുള്ള പാരാ അത്ലറ്റ് ആണ്. മലയാളിയാണ് ഇദ്ദേഹം. മുഹമ്മദ് ബാസിൽ മലയാളിയാണ്. ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത മലയാളി സാന്നിധ്യങ്ങൾ 5 പേരാണ് ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത മലയാളികൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ലഭിച്ച ഇന്ത്യയുടെ ഇനമാണ് ഏതാണ്? ബോക്സിങ്ങിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ലഭിച്ചത്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് അത്ലറ്റിക്സിലാണ്. 16 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ബോക്സിങ്ങിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 7 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു. ടോട്ടൽ 10 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 7 സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് സാക്ഷി ചൗധരിയാണ്. 51 കിലോഗ്രാം ബോക്സിംഗ് ആണ് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഹരിയാന സ്വദേശിനിയാണ് ആര്? സാക്ഷി ചൗധരി. നെക്സ്റ്റ് ആള് പ്രീതി പവാറാണ്. 54 കിലോഗ്രാം ബോക്സിംഗ് ആണ്. ഹരിയാന സ്വദേശിനിയാണ്. നെക്സ്റ്റ് ആരാണ്? ജെയ്സ്മിൻ ലെമ്പോറിയാണ്. 57 കിലോഗ്രാം ബോക്സിംഗ് ആണ്. ഹരിയാന സ്വദേശിനിയാണ്. വീണ്ടും ഹരിയാന സ്വദേശിനിയാണ് ആര്? ജെയ്സ്മിൻ ലെമ്പോറിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച വ്യക്തിയാണ് ആര്? ജെയ്സ്മിൻ ലെമ്പോറിയെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അരുന്ധതി ചൗധരി 70 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. ആരാണ്? അരുന്ധതി ചൗധരി രാജസ്ഥാൻ സ്വദേശിനിയാണ്. അടുത്ത ആൾ പ്രിയ ഗംഗാസ് ആണ്. 60 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത് കേട്ടോ. 60 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. വീണ്ടും ഹരിയാന സ്വദേശിയാണ് ആര്? പ്രിയ ഗംഗാസ്. നെക്സ്റ്റ് പുരുഷന്മാരുടെ വിഭാഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആള് അങ്കേഷ് പങ്കൽ മത്സരിച്ചിട്ടുള്ളത് 80 കിലോഗ്രാം വിഭാഗത്തിലാണ് കേട്ടോ. 80 കിലോഗ്രാം വിഭാഗത്തിലാണ് അങ്കേഷ് പങ്കൽ മത്സരിച്ചിട്ടുള്ളത്. ഹരിയാന സ്വദേശിയാണ്. നെക്സ്റ്റ് സച്ചിൻ സിവാജും 60 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. ഹരിയാന സ്വദേശിയാണ്. നമ്മൾ ബോക്സിങ്ങിൽ സ്വർണ്ണം ലഭിച്ചവർ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഹരിയാന സ്വദേശികളാണ്. അരുന്ധതി ചൗധരി മാത്രമാണിത് രാജസ്ഥാൻ സ്വദേശിനിയായിട്ട് ഉള്ളൂ കേട്ടോ. ഓക്കെ, ബോക്സിങ്ങിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെള്ളി ലഭിച്ച വ്യക്തിയാണ് ആര്? ലവ്ലീന ബോർഗോഹെയ്ൻ. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയ വ്യക്തിയാണ് ആര്? ലവ്ലീന ബോർഗോഹെയ്ന്. അവർക്ക് വെള്ളി മെഡലാണ് കേട്ടോ ലഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ മലയാളി സാന്നിധ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5 മലയാളികൾ നമ്മൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ ആൾ നോക്കുകയാണെങ്കിൽ എം ശ്രീശങ്കറാണ്. ലോങ് ജമ്പിന് വെള്ളി മെഡൽ ലഭിച്ച വ്യക്തിയാണ്. ശ്രീശങ്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 2ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്
മെഡൽ ലഭിക്കുന്ന മലയാളിയാണ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലും മെഡൽ ലഭിക്കുന്ന മലയാളിയാണ് ആര്? എം ശ്രീശങ്കർ. ലോങ് ജമ്പാണ് ഐറ്റം. സിൽവർ മെഡലാണ് ലഭിച്ചത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് ബാസിൽ 100 മീറ്റർ റണ്ണിങ് പാരാ അത്ലറ്റ് ആണ്, സിൽവർ മെഡലാണ് ലഭിച്ചത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ KP സ്വാദിഷ് മത്സരിച്ചിരുന്നു. നെക്സ്റ്റ് സജൻ പ്രകാശ് നീന്തൽ താരമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൻസ ബാബു 4x400 മിക്സഡ് റിലേയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? അൻസ ബാബു. മലയാളി സന്നദ്ധമാണ്. അങ്ങനെ 5 മലയാളികളാണ്: എം ശ്രീശങ്കർ, മുഹമ്മദ് ബാസിൽ, KP സ്വാദിഷ്, സജൻ പ്രകാശ്, അൻസ ബാബു. ഇങ്ങനെ 5 മലയാളികളാണ് കോമൺവെൽത്ത് ഗെയിംസ് 2026 പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 2030 കോമൺവെൽത്ത് ഗെയിംസ്. ഇനിയിപ്പം 4 വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത് 2030 അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യയിൽ എവിടെയാണ് നടക്കുന്നത്? അഹമ്മദാബാദിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.